നിണം എന്ന പദത്തിന് അർത്ഥം വരുന്ന പദമേതാണ്? ഓപ്ഷൻ എ സലിലം, ഓപ്ഷൻ ബി എണം, ഓപ്ഷൻ സി ധര, ഓപ്ഷൻ ഡി രുധിരം. ഓപ്ഷൻ ഡി രുധിരമാണ് ഉത്തരം. നിണം എന്ന വാക്കിന്റെ അർത്ഥം രക്തം എന്നാണ്. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ രുധിരം എന്ന വാക്കിനും രക്തം എന്ന് തന്നെയാണ് അർത്ഥം. ശരിയായ പദം എഴുതുക. ഓപ്ഷൻ എ പാദസരം, ഓപ്ഷൻ ബി പാദസരം, ഓപ്ഷൻ സി പാദസ്വരം, ഓപ്ഷൻ ഡി പാദസ്വരം. ഓപ്ഷൻ എ പാദസരമാണ് ശരിയായ ഉത്തരം. അമ്മ കട്ടിലിൽ ഇരുന്നു. ഈ വാക്യത്തിൽ വന്നിരിക്കുന്ന വിഭക്തി ഏതാണ്? ഓപ്ഷൻ എ പ്രായോജിക, ഓപ്ഷൻ ബി ആധാരിക, ഓപ്ഷൻ സി സംയോജിക, ഓപ്ഷൻ ഡി പ്രതിഗ്രാഹിക. ഓപ്ഷൻ ഡി ആധാരികയാണ് ശരിയായ ഉത്തരം. പ്രയോജിക വിഭക്തി ഒരു ക്രിയയുടെ കർത്താവിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം രാമനാൽ കൊല്ലപ്പെട്ടു. എന്നാൽ സംയോജിക വിഭക്തി ഒരു ക്രിയയെ മറ്റൊരു ക്രിയയുമായി ബന്ധിപ്പിക്കുന്നു. ഉദാഹരണം രാമനോട് പറഞ്ഞു. പ്രതിഗ്രാഹിക വിഭക്തി ഒരു ക്രിയയുടെ കർമ്മത്തെ സൂചിപ്പിക്കുന്നു. ഉദാഹരണം രാമനെ കണ്ടു. ദീപാവലി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ പിശുക്ക് കാണിക്കുക, ഓപ്ഷൻ ബി ധൂർത്ത് കാണിക്കുക, ഓപ്ഷൻ സി മിതമായി ചിലവാക്കുക, ഓപ്ഷൻ ഡി ആർത്തി കാണിക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ധൂർത്ത് കാണിക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കണ്ടുവെങ്കിൽ ഇതിലെ സന്ധി ഏതാണ്? ഓപ്ഷൻ എ ആദേശസന്ധി, ഓപ്ഷൻ ബി ലോഭസന്ധി, ഓപ്ഷൻ സി ആഗമസന്ധി, ഓപ്ഷൻ ഡി ദ്വിത്വസന്ധി. കണ്ടുവെങ്കിൽ എന്നതിലെ സന്ധി ഓപ്ഷൻ എ ആദേശസന്ധിയാണ്. കണ്ടുവെങ്കിൽ എന്ന പദം കണ്ടു പ്ലസ് എങ്കിൽ എന്ന് പിരിച്ചെഴുതാം. ഇവിടെ രണ്ട് പദങ്ങൾ ചേരുമ്പോൾ ഉ എന്ന സ്വരം പോയി വ എന്ന വ്യഞ്ജനം വന്നു ചേരുന്നു. ഒരു സന്ധിയിൽ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നത് ആദേശസന്ധി. കേരള പാണിനി ആരുടെ തൂലികാനാമമാണ്? കേരള പാണിനി ആരുടെ തൂലികാനാമമാണ്? എ ആർ രാജരാജവർമ്മ. കേരള പാണിനി എ ആർ രാജരാജവർമ്മയുടെ തൂലികാനാമമാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് കേരള പാണിനീയം.